നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്യാസ് സിലിണ്ടറിന് 50 ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിക്കുമെന്ന് അറിയാമോ? പണം കിട്ടണമെങ്കിൽ ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം. ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. മാരകങ്ങളായ അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും 50 ലക്ഷം രൂപ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് അധികമാർക്കും അറിയാത്ത കാര്യമാണ്. പ്രീമിയമായി നയാ പൈസ അടയ്ക്കാതെയാണ് ഇത്രയും തുക നഷ്ടപരിഹാരമായി ലഭിക്കുന്നതെന്നും അറിയണം. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ. ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം സിലിണ്ടറുകളുടെ കാലാവധിയാണ്. വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ സിലിണ്ടറിനും ഇതുണ്ട്. എല്ലാ സിലിണ്ടറുകളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. റീഫിൽ ചെയ്ത സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്നയാളുടെയോ വിതരണ കമ്പനിക്കാരുടെയോ സഹായം തേടാം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിച്ചതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ലെന്ന് അറിയുക. കണക്ഷൻ ആരുടെ പേരിലാണെന്നും പ്രധാനമാണ്. മറ്റാളുടെ പേരുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല. ഇൻഷുറൻസ് തുക എങ്ങനെ ലഭിക്കും? ഗ്യാസ് സിലിണ്ടർ വഴിയുണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക. അതല്ലാതുള്ളതിന് അപകടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും ഇത് ലഭിക്കുക. അപകടം നടന്ന് 30 ദിവസത്തിനുള്ളിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലോ വിതരണക്കാരെയോ വിവരം അറിയിക്കണം. നഷ്ടപരിഹാരം വാങ്ങിയെടുക്കുവാൻ FIRൻ്റെ പകർപ്പ് ഉണ്ടാകണം. ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ, പരിക്കേറ്റയാളുടെ അവസ്ഥ, ചികിത്സാ ചെലവുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം. ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത്. ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകണം. അവർ ഉപഭോക്താവിന് രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി 6 മാസത്തിനുള്ളിൽ പണം ലഭിക്കും. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു.